ഹലോ മൈ ഡിയർ ലവ്സ്, 333 എംപ്രസ് ഓഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക്ക്, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളെ ആ ഒരു വ്യക്തി ആദ്യമായി കണ്ടപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് മീറ്റിങ്ങിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് തോന്നിയ റിയൽ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എല്ലാവരുടെയും എനർജിയുമായും കണക്ട് ചെയ്തുള്ള റീഡിംഗ് ആയതുകൊണ്ട് തന്നെ 100% റെസണേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക. അതുപോലെ ഇത് ഓൾ ജെൻഡർ കാറ്റഗറിക്ക് കാണാവുന്ന റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, റിലേഷൻഷിപ്പ് ആകാം, അതുപോലെ കരിയർ, അബൻഡൻസ്, സക്സസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഹെൽത്ത്, വെൽത്ത്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും നല്ലൊരു രീതിയിൽ പോകാനായിട്ട് സാധിക്കുന്നതുമാണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നതാണ്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് ചിന്തിച്ചത്, ഇപ്പോൾ ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു റീഡിംഗ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കുറച്ച് വിഷമത്തിലൂടെ പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ പോകുന്ന ഒരു സമയത്തായിരിക്കും ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു പക്ഷേ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതല്ലെങ്കിൽ ലെസ് കമ്മ്യൂണിക്കേഷൻ, ലെസ് കോണ്ടാക്റ്റിലൂടെ അല്ലെങ്കിൽ നോ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് മനസ്സിൽ ആഗ്രഹിക്കുന്നത്, അതല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം വേണമെന്നാണ്. ആ വ്യക്തിയുടെ ഒരു കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒക്കെ നിങ്ങളിപ്പം പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തിയും ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനിയും മുന്നോട്ട് പോകണം, ഇതിലൊരു പുതിയ തുടക്കം, കുറച്ചും കൂടി നല്ലൊരു രീതിയിലേക്ക് ഇത് മുന്നോട്ട് പോകണമെന്ന് ആ ഒരു വ്യക്തി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ട് പറയാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്ന ഫൂൾ കാർഡാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ആദ്യമായിട്ട് നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ്, നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിങ് സെൻസൊക്കെ ആൾക്ക് പെട്ടെന്ന് ക്യാച്ചി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റഡ് ആയതിൽ ഒരു ഘടകം നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. അതുപോലെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് ഫീൽ ചെയ്തത് നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു, നിഷ്കളങ്കമായിട്ടുള്ളൊരു വ്യക്തിത്വം നിങ്ങളിലുള്ളതായിട്ട് ഈ ഒരു വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ട് കാര്യം പറയുക, വളരെ പ്ലേഫുള്ളായിട്ടിരിക്കുക. അപ്പം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ നിങ്ങൾ വളരെ ജോയ്ഫുള്ളായിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ളൊരു പേഴ്സണായിട്ടാണ് ആ ഒരു വ്യക്തിക്ക് മനസ്സിലായത്, ആ ഒരു വ്യക്തിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തി മനസ്സിലാക്കിയത്, നിങ്ങൾ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടൊരു ആക്ഷൻ എടുക്കുന്ന വ്യക്തിയാണ്. അതായത് ഒരു ലേസി ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, എന്തിനും റെഡിയായിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി, വളരെ യൂത്ത്ഫുൾ എനർജിയുള്ള, എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് അവർ നിങ്ങളെ മനസ്സിലാക്കിയത്. അതായത് നിങ്ങൾക്ക് എത്ര വലിയ കാര്യമാണെങ്കിൽ കൂടി തന്നെ ഞാനത് അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കാനുള്ളൊരു മൈൻഡ്, ആ ഒരു പവർ നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്ന, ഇമോഷണലി നല്ല സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തിക്ക്, നിങ്ങളുടെ പേഴ്സണ്, നിങ്ങൾ വളരെ നിഷ്കളങ്കമായൊരു കുട്ടി അല്ലെങ്കിൽ നിഷ്കളങ്കയായൊരു യുവതി അല്ലെങ്കിൽ യുവാവ് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് നിങ്ങളെ ആദ്യമായി കണ്ടപ്പോൾ തോന്നിയത്. ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാൻ ഒരു കഴിവ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് മറ്റുള്ളവർ വിഷമം മനസ്സിലാക്കുകയും അവർക്ക് ആശ്വാസം നൽകാനുമൊക്കെ, അവരെ സഹായിക്കാനുമൊക്കെയുള്ളൊരു മനസ്സ് നിങ്ങളിലുള്ളതായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു പേഴ്സണിന് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ട് ഇവിടെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നോട്ടീസ് ചെയ്ത ഒരു കാര്യം, നിങ്ങൾ വളരെ ഹാർമോണിയസ് ആയിട്ട് മറ്റുള്ളവരോട് ഇടപഴകുന്നതാണ്. ആ ഒരു വ്യക്തിയിൽ അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ, നിങ്ങളുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഹാർമോണിയസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്
അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഉണ്ടാക്കിയ ഒരു മതിപ്പ് എന്നിവിടെ പറയാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സംസാര ശൈലി, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ്, അവർ പറയുന്നതുമായിട്ട് കണക്റ്റഡ് ആവാനുള്ള കഴിവൊക്കെ അവരിഷ്ടപ്പെട്ടിരുന്നു. ചിലപ്പോൾ വളരെ ആശ്ചര്യത്തോടു കൂടി അവർ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു കാര്യം നിങ്ങൾ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമോ, അവർ പറയാതെ തന്നെ അവർ മനസ്സിൽ ചിന്തിച്ച ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് ആ ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങളുമായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 10 ഓഫ് കപ്സ് കാണിക്കുന്നത് ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള പേഴ്സണായിട്ടാണ് നിങ്ങളെ അവർ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. നിങ്ങളെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ആദ്യം തന്നെ ആ ഒരു ലവ് ഫീലിംഗ് ആണ് നിങ്ങളിലേക്ക് ഉണ്ടായത്. ഒരു സോൾമേറ്റ് കണക്ഷൻ, അതായത് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ വളരെ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടും അവരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ടുമൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആ ഒരു വ്യക്തിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി ഡ്രീം ചെയ്തത് തന്നെ താങ്കളെക്കുറിച്ച്, താങ്കളുമായി ചേർന്ന് അല്ലെങ്കിൽ നിങ്ങളുമായി ചേർന്നൊരു നല്ലൊരു ലൈഫ്, ഒരു ഫാമിലി ഉണ്ടാക്കാം എന്നുള്ളൊരു തോട്ടൊക്കെ ആൾക്ക് മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ചേർന്നൊരു ഫാമിലി ബിൽഡ് ചെയ്യാനും കുട്ടികളൊക്കെ ആയി വളരെ സന്തോഷത്തോടു കൂടി സമൃദ്ധിയോടുകൂടി നിങ്ങളുമായി ചേർന്നുള്ളൊരു ജീവിതമൊക്കെ ആൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മജീഷ്യൻ എനർജി കാണിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പോസിറ്റീവ് ഓറ നിങ്ങൾക്കുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കൂടുതൽ അടുത്തിടപഴകുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഒരു ദൈവികത നിങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ അവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി, ഒരു ദൈവികതയൊക്കെ അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളതായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് കൂടുതൽ അട്രാക്ഷൻ തോന്നാൻ കാരണം നിങ്ങളുടെ സൗന്ദര്യം ഒരു ഘടകമായിട്ട് തന്നെ ഇവിടെ പറയാൻ സാധിക്കും. ഡ്രസ്സിങ് സെൻസ്, അതുപോലെ തന്നെ സൗന്ദര്യം, നിങ്ങളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഇവിടെ ഒരു ഘടകമായി പറയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആയിരിക്കാം, ഒരു ഗേൾ ആയിരിക്കും, നിങ്ങൾ വളരെ ഹാൻസം ആയിട്ടുള്ള ബോയ് ഓർ മെൻ ആയിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം, ആ ഒരു നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, നിങ്ങളുടെ ബ്യൂട്ടി, നിങ്ങളുടെ സൗന്ദര്യമൊക്കെ ആ ഒരു വ്യക്തിക്ക് വളരെയധികം ക്യാച്ചിങ് ആയിട്ട് നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാം. മജീഷ്യൻ എനർജി കാണിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളുടെ കഴിവിൽ പരിപൂർണമായിട്ടും വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളെ ആദ്യമായിട്ട് നിങ്ങളോട് സംസാരിച്ചപ്പോഴോ അല്ലെങ്കിൽ കണ്ടപ്പോഴോ ഒക്കെ നിങ്ങളെക്കുറിച്ചുണ്ടായ ഒരു തോന്നൽ ആ ഒരു വ്യക്തിയിൽ നിങ്ങൾ വളരെ അധികം കഴിവുകളുള്ള, വളരെയധികം സ്കിൽസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ദൈവികമായിട്ട് എന്തൊക്കെയോ ഒരു അനുഗ്രഹമുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് വരാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളെ പരിചയപ്പെടുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ നല്ലൊരു കരിയറിൽ, നല്ലൊരു ജോലി മേഖലയിലൊക്കെ ആയിരിക്കാം നിങ്ങളുണ്ടായിരിക്കുന്നത്. അതല്ലെങ്കിൽ നല്ല ലെവലിലേക്കൊരു ഡ്രീം ചെയ്യുന്ന, അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങളെ അവർ മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം കഴിവുകളുള്ള, ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സക്സസ്ഫുള്ളി നിങ്ങൾക്ക് നേടിയെടുക്കാൻ അത്രയ്ക്കും കെൽപ്പുള്ള, കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ടായത് വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ള ഒരു സ്നേഹമാണ്. ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നുണ്ടാകാം. അതല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ പഠിക്കുന്നിടത്തൊക്കെ നിങ്ങൾ വളരെ ടോപ്പ് ലെവലിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ കെൽപ്പുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളെ ഫീൽ ചെയ്തത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ട ഒരു ഘടകമായിട്ട് തന്നെ ഈ ഒരു കാര്യത്തെ ഇവിടെ പറയാം. അതുപോലെ ഇവിടെ ഹൈറോഫിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് നിങ്ങൾ വളരെ കാമായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് പലപ്പോഴും ആൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുൾ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ വളരെ സ്പോണ്ടേനിയസ് ആണ്, പെട്ടെന്ന് ആക്ഷൻ എടുക്കും, പെട്ടെന്ന് ചിലപ്പോൾ നിഷ്കളങ്കമായിട്ടാണെങ്കിൽ കൂടി പെട്ടെന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി, കുറച്ച് നോട്ടി ആയിട്ടുള്ള, പ്ലേഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും നിങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾ വളരെ മെച്യൂർഡ് ആയിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ച് തോന്നാറുണ്ട്. അതായത് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ചസ് വന്നാൽ അതിനെ നിങ്ങൾ വളരെ മെച്യൂർഡായിട്ട് ഡീല് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യാറുള്ളത്. ആസ് എ പേഴ്സൺ നിങ്ങളെന്ന ഒരു വ്യക്തി വളരെ നോളജുള്ള ഒരു വ്യക്തിയാണ്. അതേസമയം വളരെ വിനയമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആൾക്ക് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ പറഞ്ഞു ഫുൾ കാർഡ് വന്നിട്ട് നിങ്ങൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നു, ചിലപ്പോഴൊക്കെ ആലോചിക്കാതെ ചിന്തിക്കാതെയൊക്കെ ചില കാര്യങ്ങളിൽ എടുത്തു ചാടുന്നു. പക്ഷേങ്കിൽ നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്, വളരെ പ്ലേഫുള്ളാണ്, ചില സമയത്തൊക്കെ നിങ്ങൾ നോട്ടിയാണ് എന്നൊക്കെ ആ
ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ആൾ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ, അതായത് ഒരു ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, പെട്ടെന്നൊരു മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു മാറ്റങ്ങളിൽ ഉലയാതെ നിങ്ങൾ അത്യാവശ്യം മെച്യൂർഡായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയായിട്ടാണ് ആൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വളരെ വിനയമുള്ളൊരു കുട്ടിയാണ്, അതല്ലെങ്കിൽ വിനയമുള്ളൊരു വ്യക്തിയാണ് എന്നൊക്കെയാണ് ആളുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോഴൊക്കെ നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ബഹളമൊന്നും കാണിക്കാതെ വളരെ മെച്യൂർഡായിട്ട് നല്ലൊരു വ്യക്തിത്വം നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ചർച്ച്, പള്ളി അല്ലെങ്കിൽ അമ്പലം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടും കൂടി അവർ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നതായി പറയാം. അപ്പോൾ ഇവിടെ എംപറർ കാർഡ് കാണിക്കുന്നത്, ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വിചാരിച്ചിരുന്ന ഒരു കാര്യം, മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു തീരുമാനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് ആ ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്ത് നിങ്ങൾ സക്സസ് ആകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ വിജയത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ കരഞ്ഞു തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്ത് സിറ്റുവേഷൻസ് വന്നാലും അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത്ത്, ഒരു പവർ നിങ്ങളിലുള്ളതായിട്ട് ആ ഒരു വ്യക്തിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾ ഈഗോയോട് കൂടി തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് നിങ്ങളതിൽ സക്സസ്ഫുൾ ആകുമെന്നുള്ള ഒരു മൈൻഡോട് കൂടി തന്നെ നിന്ന് സ്ട്രോങ് ആയിട്ട് വളരെ വിൽ പവറോട് കൂടി നിങ്ങളത് ചെയ്ത് സക്സസ്ഫുൾ ആകുന്ന ഒരു സ്റ്റാൻഡ് നിങ്ങൾ എടുക്കുന്നതായിട്ട് അവർക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച്. അതുപോലെ ഇവിടെ സ്ട്രെങ്ത് കാർഡ് വരുന്നത്, നിങ്ങളിൽ വളരെ പ്യൂരിറ്റി കാണുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി വളരെ പ്യൂരിറ്റിയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സ് അത്രയും ശുദ്ധമായിട്ടുള്ളൊരു മനസ്സിനുടമയായിട്ടാണ് നിങ്ങളെ ആ വ്യക്തി മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചലഞ്ചസ് വന്നാലും നിങ്ങളതിനെ ഭംഗിയായിട്ട് ഡീല് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങളിൽ ഉള്ളതായിട്ട്, അങ്ങനെ ഒരു ക്വാളിറ്റി നിങ്ങളിൽ ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ആ ഒരു ക്വാളിറ്റി, നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി വളരെയധികം, ആ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു മനസ്സ് ഒക്കെ ആ ഒരു വ്യക്തി വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും ഏതൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുമായിട്ട് ഇമോഷണലി എപ്പോഴും കണക്റ്റഡ് ആയി ഇരിക്കാൻ സാധിക്കുന്നതായിട്ടും, എന്ത് തന്നെ വന്നാലും നിങ്ങൾ ആ ഒരു വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ ആ ഒരു പേഴ്സണെ വിട്ടകന്ന് പോകില്ല. ഇനി എന്തൊക്കെ ചലഞ്ചസ് വന്നാലും ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു സ്നേഹത്തിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുകയാണെങ്കിൽ, ഈ ഒരു വ്യക്തിയോട് എൻ്റെ ലവ് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഇതിനകത്ത് മുന്നോട്ട് നല്ല രീതിയിൽ പോകും. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകും. ഈ ഒരു വ്യക്തി എന്നെ ഇട്ടേച്ച് എവിടേക്കും പോകില്ല എന്നൊക്കെയുള്ളൊരു തോട്ട് ആളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാലും ഈ ഒരു വ്യക്തിക്ക് ഉള്ളിലൊരു ഭയമുള്ളത്, ചിലരൊക്കെ ഇവിടെ ഒരു എനർജി കിട്ടുന്നത് നിങ്ങളോട് ആ ഒരു ലവ് അവർ എക്സ്പ്രസ് ചെയ്യാതെ നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് അവർ ഭയപ്പെടുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ്. ഒരു പക്ഷേ ഞാൻ ഈ ഒരു വ്യക്തിയോട് ഫീലിങ്സ് തുറന്നു പറഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യുമോ, തിരിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി എനിക്ക് അവരിൽ നിന്ന് ലഭിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടി അവരുടെ ഉള്ളിലുള്ളതായിട്ട് മനസ്സിലാക്കാം. നിങ്ങളോട് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. ആ ഒരു വ്യക്തി ചെറിയ രീതിയിൽ അവർക്ക് ഉള്ളിലൊരു ഭയമുണ്ട്, ഇതിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമോ, ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നല്ല രീതിയിലിരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമൊക്കെ ആളിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളോട് ഈ ഒരു ഉള്ളിലുള്ള സ്നേഹം തുറന്നു പറയാതിരിക്കുന്നൊരു സിറ്റുവേഷനിലൂടെയും എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ഓവറോൾ ആയിട്ട് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നത്. എന്നാലും നിങ്ങളോട് ചേർന്ന് നല്ലൊരു ഫാമിലി ലൈഫ്, വളരെ സോൾമേറ്റ് ആയിട്ടുള്ള സോൾ ടു സോൾ കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഇത് മുന്നോട്ട് പോകണം എന്നൊക്കെ ആ ഒരു വ്യക്തി വളരെയധികം ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ജീവിതം ആൾ സ്വപ്നം കാണുന്നുണ്ട്. ഇതൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾ, ചിന്തകൾ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സൺ കാർഡാണ്, ജഡ്ജ്മെൻറ്റ്, ഏജ് ഓഫ് കപ്സ് ഒക്കെ വന്നിട്ടുണ്ട്, കിങ് ഓഫ് വാൻസ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ലവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ കാണുന്നത് സൺ കാർഡാണ്. നിങ്ങളുമായി ചേർന്ന ഒരു ലൈഫ് വളരെ പ്ലേഫുൾ, സക്സസ്ഫുൾ, ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫായിട്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നത്. അപ്പം
ജഡ്ജ്മെൻറ്റ് കാർഡ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുമായി ചേർന്നുള്ള ഒരു ലൈഫാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ സ്വപ്നം കാണുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, ലെസ് കോൺടാക്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷമത്തിലൂടെ എങ്ങാനും കടന്നു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പഴയ കണക്ഷൻ ആളുടെ ഉള്ളിൽ ഇപ്പോഴും വളരെയധികം നിങ്ങളോട് കണക്റ്റഡായി ഇരിക്കുന്നു, വളരെയധികം സ്നേഹമുണ്ട് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആളിപ്പോൾ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ, അതല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ അടുത്ത ഒരു തലത്തിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ തുടക്കം, ഒരു ന്യൂ ബിഗിനിങ് ആൾ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയൊക്കെ വന്നിട്ടുണ്ട്. വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള, വളരെ പോസിറ്റീവ് ഔട്ട്കം ലഭിക്കുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ്, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇത് ആയി മാറണം എന്നുള്ളത് ആ ഒരു വ്യക്തി ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. 6 ഓഫ് പെൻറ്റക്കിൾ എനർജി കാണിക്കുന്നത് ചിലപ്പോഴൊക്കെ ആ ഒരു വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു പക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങളോട് കാണിക്കുന്ന ഫീലിങ്സ് നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് ആളിലുണ്ട്. അപ്പോൾ ആളിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ആളുടെ ഇമോഷൻസ് നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു നീതി തരണം, നിങ്ങളോട് വ്യക്തമായിട്ടുള്ള ഒരു നീതി, വ്യക്തമായിട്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ ആ വ്യക്തിക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ ആളുടെ ഇമോഷൻസ് ഫുള്ളി നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ആൾക്ക് ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആൾ അത് പൂർവാധികം ശക്തമായിട്ട്, വളരെ ബാലൻസ്ഡ് ആയിട്ട് താങ്കളിലേക്ക് ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യണം, താങ്കളോട് ഈ ഒരു ബന്ധത്തിൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നീതി പുലർത്തണം എന്നൊക്കെ ആൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ പറയാം. അപ്പോൾ ഇവിടെ കിങ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി കാണിക്കുന്നത് ആൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട്, നല്ല രീതിയിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ്. അതായത് ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെയും നിങ്ങളെന്ന വ്യക്തിയെയും തന്നെയാണ് നോക്കി കാണുന്നത്. അപ്പോൾ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾ എനർജി കാണിക്കുന്നത് നിങ്ങളെ ഒരു ഗിഫ്റ്റായിട്ട്, ആ ഒരു വ്യക്തിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റായിട്ട്, ഒരു അനുഗ്രഹമായിട്ടൊക്കെ കാണുന്ന വ്യക്തിയാണ് ആ ഒരു പേഴ്സൺ എന്ന് പറയാൻ സാധിക്കും. ലവേഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സ്പ്രെഡിൽ ലവേഴ്സിൻ്റെയും 2 ഓഫ് കപ്സിൻ്റെയും എനർജി കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ കടന്നു പോകുന്നില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത്, നിങ്ങളെയും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെയും കാണുന്നത് വളരെ സോൾമേറ്റ് ആയിട്ടുള്ള, ദൈവികമായിട്ട് കൂട്ടിച്ചേർത്ത ഒരു ബന്ധമായിട്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. 2 ഓഫ് കപ്സ് ആൻഡ് ലവേഴ്സ് കാണിക്കുന്നത് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്, ഡിവൈൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്. അങ്ങനെ ഡിവൈനായിട്ട് കൂട്ടിച്ചേർത്ത ഒരു ബന്ധമാണ്. ഇതൊരിക്കലും ഞാൻ കൈവിട്ട് കളയരുത്, ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ ഒരിക്കലും കൈവിട്ട് കളയരുത്, ഈ ഒരു വ്യക്തിയെ ഞാൻ ഒരിക്കലും കൈവിട്ട് കളയരുത്. ഇതെനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫാണ് തരാൻ പോകുന്നത്. എനിക്ക് വളരെ ഭാഗ്യമുള്ള ഒരു വ്യക്തിയാണ്, വളരെ സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരു ജീവിതം, ഫാമിലി ലൈഫ് തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് സാധ്യമാകും. വളരെ ലവിങ്, ഡീപ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമൊക്കെയാണ് ആൾക്കിവിടെ നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫിലെ കണക്ഷനൊക്കെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഒരു പക്ഷേ നിങ്ങളും മീറ്റ് ചെയ്തപ്പോൾ, ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ മുൻപ് എപ്പോഴോ ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് എന്തോ ഒരു പരിചയം ഉള്ളതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അതൊക്കെ നിങ്ങളെ സൂചിപ്പിക്കുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടേതൊരു പാസ്റ്റ് ലൈഫിലുള്ള ഒരു കണക്ഷനാണ്. ദൈവികമായിട്ട് ഇപ്പോഴും നിങ്ങളെ കൂടി ചേർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമായിട്ടാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് നിൽക്കുകയായിരിക്കാം. അപ്പോൾ അത് എന്ത് തന്നെയാണെങ്കിലും, ഇത് സ്ലോലി ആണെങ്കിൽ തന്നെയും ഇത് വളരെ പ്രോഗ്രസീവായിട്ട് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. നല്ല ഹാപ്പി ആയിട്ട്, വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് ഇത് കൊണ്ടെത്തിക്കണം. നല്ലൊരു തലത്തിലേക്ക് ഇത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടെത്തിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതാണ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്ന കാര്യവും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഫീൽ ചെയ്യുന്ന കാര്യവും. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ നെയിം സ്പെല്ലിംഗ് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ ഒരു വ്യക്തിയുമായിട്ട്, അപ്പോൾ അത് കുറച്ചുകൂടി റെസനേറ്റ് ആകാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു കാര്യം കൂടി നോക്കുമ്പോൾ കുറച്ച് റെസനേറ്റ് ആകാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നെയിം സ്പെല്ലിങ്ങിനായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ലെറ്റർ K, ലെറ്റർ H, ലെറ്റർ S, ലെറ്റർ B, ലെറ്റർ V, ലെറ്റർ N, letter P, letter O, letter A, letter F.
അപ്പോൾ ഇത്രയും ലെറ്റേഴ്സ് നിങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ലെറ്റർ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനീഷ്യൽസിൽ ഈ ഒരു ലെറ്റർ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു നെയിം അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് വന്നിട്ടുള്ള റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റീഡിങ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.